വായിക്കുവാൻ കർത്താവിൻ്റെ വചനത്തിൽ വായിക്കുന്ന പോലെ എന്നനെ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്നനെ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും എന്ത് ചെയ്യരുത്, മറന്നു പോകരുത് എന്ന സങ്കീർത്തനക്കാരനായ ദാവീദ് പാടിയതുപോലെ കർത്താവ് ചെയ്ത നന്മകൾ, ഉപകാരങ്ങൾ ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. പകരം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നാം നിന്നതല്ല, കർത്താവ് നമ്മളെ നിർത്തിയതാണ്. ആമേൻ. നാം ഹല്ലേലൂയ ഓടിയതല്ല, കർത്താവ് നമ്മളെ രഥത്തിന്റെ മുമ്പിൽ ഓടിച്ചതാണ്. വചനത്തിൽ നാം വായിക്കുമ്പോൾ ആമേൻ, ആഹാബിന്റെ രഥത്തിന്റെ മുമ്പിൽ ഓടുവാൻ ആമേൻ ഏലിയാവിന് വലിയവനായ ദൈവം ബലം നൽകിയിട്ടുണ്ട് എങ്കിൽ ഇന്ന് പകലിൽ ഓടുവാൻ തക്കവണ്ണം ആമേൻ ഒരു ബലം ഇന്ന് പകലിൽ നാം പ്രാപിച്ചുകൊണ്ട് ആമേൻ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി എന്ത് ചെയ്യണം, നാം പ്രാപിച്ചുകൊണ്ട് ആമേൻ ഇന്ന് പകലിൽ നാം ആയിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഈ കാലഘട്ടത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഈ കാലഘട്ടം വല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ആമേൻ എത്തി നിൽക്കുന്നത് എന്ന ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കേണ്ടതിനായിട്ട് ദൈവത്തിന്റെ കൃപ ആവശ്യമാണ് എന്ന ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. അവൻ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ കൃപ എന്തെന്നും ദൈവത്തിന്റെ കൃപയിൽ അടങ്ങിയിരിക്കുന്ന ചില നന്മകളെ കുറിച്ചും ദൈവത്തിന്റെ കൃപയിൽ അടങ്ങിയിരിക്കുന്ന വിടുതലും അനുഗ്രഹത്തെ കുറിച്ചുമാണ് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ആമേൻ നമ്മളോട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പകലിൽ ആമേൻ ചില വാക്യങ്ങൾ വായിച്ച് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ആമേൻ ചില ആമേൻ ആലോചന പറഞ്ഞ് ദൈവത്തിന്റെ സ്ഥാനിരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 8ഉം 9ഉം വാക്യങ്ങൾ നമുക്ക് വളരെ സുപരിചിതമായ വാക്യമാണ്. അതൊന്ന് നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8ഉം 9ഉം വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8ഉം 9ഉം വാക്യങ്ങൾ. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. ദൈവത്തോട് കൂടെ നടന്നു. ആമേൻ. ഇന്ന് പകലിൽ ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ, സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയാ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ,
ദൈവത്തിന്റെ വചനം ഞങ്ങളോട് ഇടപെടുമാറാകട്ടെ. പകലിൽ മാനസാന്തരത്തിന്റെ ഒരു അനുഭവം ഈ പകലിൽ ഞങ്ങളെ സ്വർഗം വെളിപ്പെടുത്തുമാറാകട്ടെ. അവൻ അന്ത്യകാലഘട്ടമാകയാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും സർവശക്തനായ ദൈവം ഓരോ ദിവസവും
കർത്താവേ, അവിടെ ഞങ്ങളെ ശക്തീകരിക്കണം, സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. മാനവത്വം എല്ലാവരും പിതാവ് യേശു ക്രിസ്തുവിനെ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി കിടക്കുന്ന സ്വർഗീയ പിതാവേ, ആമേൻ. എന്നീ പകലിൽ ആമേൻ നാം വായിച്ച ദൈവത്തിന്റെ വചനം ഇപ്രകാരമാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്ന് പകലിൽ ഈ സാഹചര്യത്തെ കുറിച്ച് നമുക്ക് വളരെ സുപരിചിതമാണ്. എന്നാൽ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒന്ന് നമുക്ക് കടന്നു പോകാം. ദൈവത്തിന്റെ വചനം നാം ചിന്തിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ അവിടെ വായിക്കുമ്പോൾ, ദൈവത്തെ അനുസരിക്കാത്ത, ദൈവത്തോട് നന്ദിയില്ലാത്ത, ദൈവപ്രിയമില്ലാത്ത, ദൈവസ്നേഹമില്ലാത്ത ഒരു തലമുറ വെളിപ്പെടുവാനായിത്തീർന്നു. പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന ഒരു തലമുറയിലേക്ക് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം എത്തി നിൽക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് സദാകാലവും എന്ത് ചെയ്യത്തില്ല, വാദിച്ചുകൊണ്ടിരിക്കുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനം എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വചനമാണ് നമ്മെ നീതിയിലേക്ക് എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. ആദ്യമായി പാപത്തെ കുറിച്ച് ബോധം വരുത്തുവാൻ, അല്ലെങ്കിൽ പാപത്തെ ഓർപ്പിക്കുവാൻ ആദ്യമായി ദൈവം തന്നെയാണ് നേരിട്ട് ഇറങ്ങി വരുവാനായി തീർന്നത്. അത് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരിക്കൽ ആദാമിന്റെയും ഹവ്വായിയുടെയും മക്കളാകുന്ന കായീനും ഹാബേലും കൂടെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഒരു യാഗം അർപ്പിക്കുക, ദൈവത്തിന് പ്രസാദമുള്ള ഒരു വഴിപാട് ദൈവത്തിന്റെ അടുക്കൽ കൊണ്ടുവരുവാനായി തീർന്നു. അവിടെ നമുക്ക് കാണുവാൻ ഇപ്രകാരമാണ്. ദൈവം കായീനിലും അവന്റെ വഴിപാടിലും എന്ത് ചെയ്തില്ല, പ്രസാദിച്ചില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം ഹാബേലിലും അവന്റെ വഴിപാടിലും യഹോവയായ ദൈവം എന്ത് ചെയ്തു, പ്രസാദിക്കുവാനായി തീർന്നു. ഇന്ന് പകലിൽ ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്, നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ ശുശ്രൂഷ കൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും നാം ആരെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം? നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന, ആമേൻ, ദൈവത്തിന് ഇഷ്ടമുള്ള ആമേൻ ഒരു യാഗം നമ്മൾ ആർക്ക് അർപ്പിക്കണം? ദൈവത്തിന് അർപ്പിക്കണമെന്നാണ് ദൈവത്തിന്റെ ഹിതം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത്. അവിടെ രണ്ടുപേർ യാഗം കഴിച്ചു. രണ്ടുപേർ ദൈവത്തിന്റെ സന്നദ്ധിയിൽ. അവർക്ക് എന്താണ് അവർ ഹൃദയത്തിലെ ആഗ്രഹം? ആമേൻ, എന്റെ വഴിപാടിൽ ആര് പ്രസാദിക്കണം? ദൈവം പ്രസാദിക്കണം. ഇതെങ്ങനെ മനസ്സിലായി? ദൈവത്തിന് യാഗം കഴിക്കണമെന്നും ദൈവത്തിന് പ്രസാദമുള്ള അവൻ വഴിപാട് കൊണ്ടുവരണമെന്നും ഇവർക്ക് ആരും എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞു കൊടുത്തില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവരുടെ ഉള്ളിൽ എന്തുണ്ട്? ആത്മാവുണ്ട്. ഇവരുടെ ഉള്ളിൽ
ഒരു പരിശുദ്ധാത്മാവുണ്ട്. അതാണ് അവരെ എന്ത് ചെയ്തത്? ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനും ദൈവത്തിന്റെ പദ്ധതി ചെയ്യുവാനും അവരുടെ ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അത് ആരുടെ മേലെ ഉണ്ടായിരുന്നു? കായിന്റെ മേലെ എന്ത് ചെയ്തു? ഉണ്ടായിരുന്നു. ഹാബേലിന്റെ മേലെ എന്ത് ചെയ്തു? ഉണ്ടായിരുന്നു എന്ന് ഇന്ന് വരെ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രേക്ഷിതോ, രണ്ടുപേരുടെ മേലെ ഉണ്ട് എന്ന് ഈ ആത്മാവ്. അതുകൊണ്ടാണ് ഇവരെ ആരോടും പറഞ്ഞില്ല, അല്ലേ? ദൈവം ഇവരോട് ആവശ്യപ്പെട്ടില്ല, എനിക്ക് യാഗം കഴിക്കുവാൻ. ദൈവം ഒരിക്കലും എന്ത് ചെയ്തില്ല? കായീനോടും ഹാബേലിനോടും എന്ത് ചെയ്തില്ല? ആവശ്യപ്പെട്ടില്ല. എന്നാൽ അവരുടെ ഉള്ളിൽ ഒരാത്മാവുണ്ടായിരുന്നു. ആ ആത്മാവാണ് ദൈവത്തിനൊരു യാഗം എന്ത് ചെയ്യുന്നത്? കഴിക്കുവാൻ ആമേൻ ഇടയായിത്തീർന്ന സംഭവം. എന്നാൽ ദൈവം ഹാബേലിന്റെ യാഗത്തിന് എന്ത് ചെയ്തില്ല? പ്രസാദിച്ചില്ല. ഇതെങ്ങനെ മനസ്സിലായി? ഇപ്പോൾ നമ്മൾ ആരാധനയ്ക്ക് കടന്നു വരുന്നു. ആമേൻ, നാം ദൈവത്തിന്റെ ശുശ്രൂഷിക്കുന്നു. ആമേൻ, നാം ദൈവത്തെ ആരാധിക്കുന്നു. നാം പല കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ നമ്മുടെ ഈ ശുശ്രൂഷ ആര് പ്രസാദിക്കണം? ദൈവം പ്രസാദിക്കണം. എന്റെ ശുശ്രൂഷയിൽ ദൈവം പ്രസാദിക്കുന്നുണ്ട് എന്ന് ഇന്ന് പകലിൽ നാം എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ഹല്ലേലൂയ. അല്ലാതെ നമ്മൾ ശുശ്രൂഷിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ശുശ്രൂഷ മുഖാന്തരം ദൈവം എന്നിൽ എന്ത് ചെയ്യണം? ആദ്യം വചനം പറയുന്നു, ആദ്യം യാഗത്തിലല്ല പ്രസാദിച്ചത്. ആണോ? ആദ്യം യാഗത്തിലല്ല പ്രസാദിച്ചത്. ആദ്യം പ്രസാദിച്ചത് ആരിലാണ്? ഹാബേലിലാണ്. അപ്പോൾ ആദ്യം പ്രസാദിക്കേണ്ടത് ആരിലായിരിക്കണം? എന്നിലായിരിക്കണം, ശുശ്രൂഷയിലല്ല. ശുശ്രൂഷയുടെ വലിപ്പത്തിലല്ല, ശുശ്രൂഷയുടെ പ്രാഗൽഭ്യത്തിലല്ല. പിന്നെ ആരിൽ പ്രസാദിക്കണം? എന്നിൽ പ്രസാദിക്കണം. നമ്മിൽ ഓരോരുത്തരും എന്ത് ചെയ്യണം? ദൈവം പ്രസാദിക്കണം. ഹല്ലേലൂയ. ഇപ്പോൾ ഇവർ യാഗം കഴിച്ചു. ഇവരുടെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു എന്ന് ആർക്ക് മനസ്സിലായി? കായീന് മനസ്സിലായി. കയീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. വചനം പറയുന്നു, കായീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീന് ഏറ്റവും കോപമുണ്ടായി. അപ്പോൾ വചനം പറയുകയാണ്, കായീൻ എന്ത് ചെയ്തു? ഏറ്റവും കോപമുണ്ടായി. അവന്റെ മുഖം വാടി. ഇന്ന് പകലിൽ ദൈവം പ്രസാദിക്കണം. ഇന്ന് പകലിൽ നമുക്കൊരു ഒരു അനുഭവം ഉണ്ടാകട്ടെ. എന്നിൽ ആദ്യം എന്ത് ചെയ്യണം? ദൈവം പ്രസാദിക്കണമേ. എന്നിൽ എന്ത് ചെയ്യണം? ദൈവം പ്രസാദിക്കണം. ഹല്ലേലൂയ. അപ്പോൾ വചനം പറയുന്നു, കായീനിൽ ആരും പ്രസാദിച്ചില്ല. ഇവർക്ക് എങ്ങനെയാ മനസ്സിലായത്? അത് നമ്മൾ ചിന്തിക്കട്ടെ. ഇന്ന് പകലിൽ ദൈവത്തിന്റെ വചനമാണ് നമ്മെ ശക്തീകരിക്കുന്നത്. ദൈവത്തിന്റെ വചനമാണ് നമ്മെ ന്യായം വിധിക്കുന്നത്. ദൈവത്തിന്റെ വചനമാണ് നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. ഇന്ന് പകലെ ദൈവജനമേ, നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ അനുഭവമാണ് എന്ത്? മാനസാന്തരം എന്ന് പറയുന്നത്. ഇന്ന് പകലിൽ ദൈവജനത്തിനും കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനം ഈ പ്രകാരം വിളിച്ചു പറയുന്നു, എല്ലാവരും എല്ലായിടത്തും മാനസാന്തരപ്പെടണമെന്ന് ആരുടെ ഇഷ്ടമാണ്? ദൈവത്തിന്റെ ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് പകലിൽ
ആമേൻ പ്രസംഗിക്കുന്ന ഞാനും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എന്ത് ചെയ്യണം? ആമേൻ മാനസാന്തരപ്പെടേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആർക്ക് മനസ്സിലായി? ഖായിന് മനസ്സിലായി, ഹാബേലിന് മനസ്സിലായി. ആമേൻ. ഈ വചനം നാം ചിന്തിക്കുമ്പോൾ ചില യുഗത്തെ കുറിച്ച് വിശുദ്ധ ആമേൻ ചില വെളിപ്പാടുകൾ നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം ആമേൻ 1-ാം അധ്യായം മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഏദൻ തോട്ടത്തിൽ ആദവും ഹവ്വായും അവൻ പാപം ചെയ്യാതെ ദൈവത്തോടുകൂടി വസിക്കുന്ന ആ യുഗത്തെ കുറിച്ച് പറയുന്നു. നിഷ്പാപയുഗം എന്ന് പറഞ്ഞാൽ അവർ പാപം ചെയ്യാതെ അവർ ദൈവത്തോടുകൂടെ വസിച്ചു, അവർ ദൈവത്തോടുകൂടെ ഇരുന്നു. അവർ ദൈവത്തോടുകൂടെ വസിക്കുന്ന ആ യുഗത്തെ കുറിച്ച് ആമേൻ പണ്ഡിതന്മാർ ആമേൻ രേഖമൂലം എഴുതി വച്ചിരിക്കുകയാണ്. ആ കാലഘട്ടം എന്ന് പറയുന്നത് നിഷ്പാപയുഗം. പാപമില്ലാതെ ദൈവവും മനുഷ്യനും ഒരുമിച്ച് ആമേൻ സന്തോഷവും സമാധാനത്തോടെ ആമേൻ വസിക്കുന്ന ഒരു യുഗമുണ്ടായിരുന്നു. അവിടെ എന്തില്ല? ഭയമില്ല. ആമേൻ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, ഐക്യതയുണ്ട്. അവിടെ ഭയമില്ല. ആ യുഗത്തെ കുറിച്ച് പറയുകയാണ് നിഷ്പാപയുഗം. എന്നാൽ പാപം ചെയ്ത മനുഷ്യനെ ഏഴാം തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ആമേൻ പാപം കൊണ്ട് ആമേൻ ലോകം നിറഞ്ഞു. ആമേൻ മനുഷ്യന്റെ ഉള്ളിൽ പാപം പെരുകി. അങ്ങനെ പാപം പെരുകിയ സമയത്ത് ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ആദിമ മാതാപിതാക്കളായ ആമേൻ ആദത്തിന്റെയും ഹവ്വായുടെയും ആമേൻ മക്കളാകുന്ന ആദവും ഹവ്വായും എന്ത് ചെയ്തു? ഒരു വഴിപാട് കൊണ്ടുവന്നു. ഖായിനിലും അവന്റെ വഴിപാട് യഹോവ പ്രസാദിച്ചില്ല. ആമേൻ. എന്നാൽ ആമേൻ ഹാബേലിലും അവന്റെ വഴിപാട് യഹോവ പ്രസാദിക്കുവാനായിത്തീർന്നു. അന്നത്തെ കാലഘട്ടങ്ങളിൽ ആമേൻ വഴിപാട് പ്രസാദിക്കുന്നത് ദൈവം എന്ത് ചെയ്യും? ആമേൻ യാഗപീഠത്തിൽ ആമേൻ തീയിറക്കി ആമേൻ യാഗപീഠത്തിലെ ആമേൻ വസ്തുക്കൾ ദഹിപ്പിച്ച് ആമേൻ സൗരഭ്യവാസനയായി അത് ആമേൻ സ്വർഗ്ഗം ഏറ്റെടുക്കുവാനായിത്തീരും. അങ്ങനെ ഹാബേൽ ദൈവത്തിന്റെ സന്നിധിയിൽ യാഗമൃഗമായി അടുത്തു വരുമ്പോൾ ആമേനെ ഖണ്ഡഖണ്ഡമായി മുറിച്ച് യാഗപീഠത്തിൽ വെച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിപ്പാനായിത്തീർന്നു. യഹോവേ, എന്നിലും എന്റെ വഴിപാടിനും പ്രസാദിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ആമേൻ സ്വർഗ്ഗത്തിൽ നിന്ന് തീയിറക്കി. ആമേൻ ഹാബേലിന്റെ യാഗവസ്തുവിനെ യഹോവയായ ദൈവം ദഹിപ്പിച്ച് തന്റെ യാഗപീഠത്തെ ആമേനെ ശുദ്ധീകരിച്ച് തന്റെ വഴിപാടിൽ യഹോവയായ ദൈവം പ്രസാദിക്കുവാനായിത്തീർന്നു. ഇങ്ങനെ ഹാബേലിന്റെ യാഗത്തിൽ യഹോവയായ ദൈവം പ്രസാദിച്ചു എന്ന് ആര് കാണുകയാണ്? ഖായിൻ കാണുകയാണ്. ഖായിൻ കണ്ടപ്പോൾ തന്നിലും തന്റെ വഴിപാടും പ്രസാദിക്കുന്നില്ല എന്ന് ആമേൻ ഖായിൻ കണ്ടപ്പോൾ ഖായിൻ എന്ത് ചെയ്തു? ഏറ്റവും കോപമുണ്ടായി. നമുക്ക് ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് സദാകാലം എന്തിയത്തില്ല, മനുഷ്യരിൽ വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. ഇന്ന് പകലിൽ പാപം പെരുകിയ ആമേൻ ലോകത്താണ് നാം ജീവിക്കുന്നത്. മ്ലേച്ഛത നിറഞ്ഞ ആമേൻ ലോകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആമേൻ ജീവിക്കുന്നത്. ഈ കാലഘട്ടങ്ങളിൽ ജീവിക്കുവാനുള്ള ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി ഇന്ന് പകലിൽ നാം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അങ്ങനെയുള്ള കാലഘട്ടങ്ങളിലാണ്
ദൈവത്തിന്റെ ദാസനായ ആമേൻ നോഹയ്ക്ക് എന്ത് ചെയ്തു? ദൈവത്തിന്റെ യഹോവയുടെ കൃപ ലഭിച്ചു. യഹോവയുടെ കൃപ ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കൃപയിൽ അടങ്ങിയിരിക്കുന്ന ചില അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ഇന്ന് പകലിൽ എനിക്ക് ആമേൻ ഓർപ്പിക്കുവാനുള്ളത്. ഇന്ന് പകലിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഒരിക്കൽ യഹോവയായ ദൈവം മ്ലേച്ഛത നിറഞ്ഞ പാപം നിറഞ്ഞ ലോകത്തെ നോക്കിക്കൊണ്ട് യഹോവയായ ദൈവം ഇങ്ങനെ ചെയ്തു, ഞാൻ ഈ ഭൂമിയെ മനുഷ്യരോടുകൂടെ നശിപ്പിക്കുവാൻ പോവുകയാണ്. അങ്ങനെ നശിപ്പിക്കുവാൻ യഹോവയായ ദൈവം പ്ലാനും പദ്ധതിയും തിരഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നീതിയോടെ ജീവിക്കുന്ന ഒരു കുടുംബത്തെ യഹോവയായ ദൈവം കാണുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, എന്നാൽ നോഹ നീതിയുള്ളവനും നിഷ്കളങ്കനും ആയിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. അന്നത്തെ കാലത്ത് ദൈവത്തോട് കൂടെ നടക്കുവാനും ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാനും കഴിയാതിരിക്കുന്ന തലമുറ മധ്യത്തിൽ ഇതാ ഒരു കുടുംബം യഹോവയായ ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി, ദൈവത്തിന്റെ കൃപ ലഭിക്കുവാനായിത്തീർന്നു. ഇന്ന് പകലിൽ ദൈവത്തിന്റെ വചനം നമ്മോട് വിളിച്ചു പറയുന്നു, ഇന്ന് പകലിൽ നശ്വരമായി ലോകത്ത് നിന്ന് യഹോവയായ ദൈവം ആമേൻ നമ്മെ വിളിച്ചു വേർതിരിച്ചു. ഇന്ന് പകലിൽ നോഹ നീതിമാനായിരുന്നു, അല്ലേ? എന്നാൽ ഇനി പകലിൽ നമ്മെ യഹോവയായ ദൈവം വിളിച്ചു വേർതിരിപ്പാനായിത്തീർന്നു. എന്താണ് നമ്മിലുള്ള യോഗ്യത? വചനം പറയുന്നു, നാമോ പാപികളായിരുന്നപ്പോൾ തന്നെ യഹോവയായ ദൈവം ആമേൻ തന്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ ആമേൻ നമ്മെ സ്നേഹിപ്പാനായിത്തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നമ്മെ സ്നേഹിക്കുവാൻ, നമ്മെ കരുതുവാൻ, നമ്മെ വിളിച്ചു വേർതിരിപ്പാൻ എന്ത് യോഗ്യതയാണ് നമ്മിലുള്ളത്? ഒരു യോഗ്യതയുമില്ല. ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, ആമേൻ നാം പാപികളായിരുന്നപ്പോൾ തന്നെ യഹോവയായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ആമേൻ നമ്മെ വിളിച്ച് ആമേൻ ദൈവത്തിന്റെ കൃപയിൽ ഇന്ന് പകൽ നമ്മെ ആക്കി തീർക്കുവാനായിത്തീർന്നു. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. ഇന്ന് പകലിൽ ആമേൻ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്താണ് കൃപ? ദൈവം ഒരു കാര്യം ആരോട് അരുളി ചെയ്തു? നോഹയോട് അരുളി ചെയ്തു. വചനം പറയുകയാണ്, തന്റെ ഭക്തന്മാരോട് യഹോവയായ ദൈവം ഒരു കാര്യം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്റെ ഭക്തന്മാർ അരുളി ചെയ്യാതെ ഒരു കാര്യം യഹോവയായ ദൈവം ചെയ്യുകയില്ല എന്ന് ദൈവം തന്റെ ഭക്തന്മാരോട് ഉള്ള വാഗ്ദത്തമായതുകൊണ്ട് യഹോവയായ ദൈവം അവരോട് അരുളി ചെയ്തു. നോഹയാൻ ഭക്തനായ നീതിമാനായ നോഹയോട് യഹോവയായ ദൈവം പറയുകയാണ്, ഞാൻ ഈ ഭൂമി എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുവാൻ പോകും. സകല ജഡത്തിന്റെയും അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞു. ഞാൻ അവരെ ഭൂമിയോടുകൂടി എന്ത് ചെയ്യും? നശിപ്പിക്കും. രക്ഷിക്കുന്ന ദൈവം മാത്രമല്ല, ന്യായം വിധിക്കുന്ന ഒരു ദൈവം കൂടിയാണ് എന്ന് നീ പകൽക്കാലം എന്ത് ചെയ്യുക? മറന്നു പോകരുത്.
ദൈവമായ യഹോവ ഭൂമിയെ നശിപ്പിക്കുവാൻ പദ്ധതിയിട്ടപ്പോൾ അതിൽ നിന്നൊരു കുടുംബത്തെ രക്ഷിക്കുവാൻ യഹോവയായ ദൈവം പദ്ധതിയിടുകയാണ്. ആ പദ്ധതി ആരെ വെളിപ്പെടുത്തി? യഹോവയായ ദൈവം നീതിമാനായ നോഹയോട് എന്ത് ചെയ്യാണ്? വെളിപ്പെടുത്തിയിരിക്കണം. ഒന്ന്, ഈ കൃപയിൽ അടങ്ങിയിരിക്കുന്ന ഒന്നാമത്തെ പ്രത്യേകത, ദൈവം പറയുന്നത് വിശ്വസിക്കുവാൻ ദൈവം നമുക്ക് എന്ത് ചെയ്യും? കൃപ തരികയാണ്. ഈ കൃപയുടെ ഒന്നാമത്തെ പ്രത്യേകത, ദൈവം പറയുന്ന കാര്യം വിശ്വസിക്കുക. ശരി, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് കൃപയുണ്ടെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. അനേകരെ രക്ഷിക്കപ്പെടാത്തതിന്റെ കാര്യം എന്താണ്? ഈ കൃപയില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ അങ്ങനെയുള്ളവർക്ക് കൃപ ലഭിക്കേണ്ടതിന് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കേണ്ടതും ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ യഹോവയായ ദൈവം നോഹയോട് പറഞ്ഞു. നോഹ എന്ത് ചെയ്തു? ഒന്നാമത്തെ കാര്യം അത് വിശ്വസിച്ചു. രണ്ടാമത്തെ കാര്യം, ഈ കൃപയിൽ അടങ്ങിയിരിക്കുന്നു. രണ്ടാമത്തെ പ്രത്യേകത, യഹോവയായ ദൈവം നോഹയോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? ജീവരക്ഷയ്ക്കായി ഒരു പെട്ടകം എന്ത് ചെയ്യണം? ഉണ്ടാക്കുക. ആരുണ്ടാക്കണം? യെസ്, ദൈവകൃപ പ്രാപിച്ച, ദൈവത്തിന്റെ കൃപ പ്രാപിച്ച നോഹ തന്നെ എന്ത് ചെയ്യണം? പെട്ടകമുണ്ടാക്കണം. രണ്ട്, അമേനത് അനുസരിക്കുവാൻ തക്കവണ്ണം. വിശ്വസിച്ചത് ആരനുസരിച്ചു? ഈ കൃപയുടെ പ്രത്യേകം നോക്കിക്കേ. പലർക്കും ദൈവത്തിന്റെ കൃപയില്ല. പലരോടും എന്ത് ചെയ്യാറില്ല? ദൈവത്തിന്റെ കൃപ തോന്നാറില്ല. പക്ഷേ പുതിയ നിയമം നാം വായിക്കുമ്പോൾ എല്ലാവരും എല്ലായിടത്തും മാനസാന്തരപ്പെടണമെന്ന് ദൈവത്തിന്റെ ഹിതമാകിയാൽ ഈ കൃപ എല്ലാവർക്കും വേണ്ടി എന്ത് ചെയ്യുന്നു? വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോഹയോട് പറയുകയാണ്, നീ എന്ത് ചെയ്യണം? പെട്ടകമുണ്ടാക്കണം. അപ്പൊ രണ്ടാമത്തെ പദ്ധതി എന്താണ്? നോഹ വിശ്വസിച്ചത് എന്ത് ചെയ്തു? അനുസരിക്കുവാനായിട്ടിടയായി തീർന്നു. ഈ കൃപയുടെ പ്രത്യേകത, വിശ്വസിച്ചത് എന്ത് ചെയ്തു? അനുസരിച്ചു. വിശ്വസിക്കുക മാത്രം പോരാ, പിന്നെ എന്ത് ചെയ്യണം? അനുസരിച്ചുകൂടെ വേണം. അപ്പോൾ ഈ കൃപയിൽ അടങ്ങിയിരിക്കുന്ന രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എന്ത് ചെയ്തു? അനുസരിക്കുക. ആ കൃപയാണ് ആര് പ്രാപിച്ചത്? അബ്രഹാം പ്രാപിച്ചത്, അല്ലേ? ഒരിക്കൽ 75-ാമത്തെ വയസ്സിൽ യഹോവയായ ദൈവം അബ്രഹാമിനെ എന്ത് ചെയ്തു? വിളിച്ചു വേർതിരിച്ചു. എന്നിട്ട് അബ്രഹാമിനോട് പറയുകയാണ്, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന മനോഹരദേശത്തേക്ക് പോകുവാൻ പറഞ്ഞപ്പോൾ ഒന്നും ചിന്തിക്കാതെ, ആമേൻ, ഒന്നും നോക്കാതെ, ആമേൻ, അബ്രഹാം പുറപ്പെട്ടതിന്റെ പിന്നിലെ കാര്യം നോഹയുടെ മേൽ വ്യാപരിച്ച അതേ കൃപ തന്നെയാണ് മേൽ വ്യാപരിച്ചു. ആമേൻ, അബ്രഹാമിന്റെ ജീവിതത്തിലും വെളിപ്പെടുവാനായി തീർന്നു. ഇന്ന് പകലിൽ ആ കൃപയുമാണ് മേൽ വ്യാപരിക്കുന്നുണ്ട്, നമ്മുടെ മേലും വ്യാപരിക്കുന്നുണ്ട്. എത്ര പേർക്ക് നീ പകൽക്കാലം മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അബ്രഹാം എന്ത് ചെയ്തു? അത് വിശ്വസിക്കുവാനായി. അപ്പോൾ നോഹ എന്ത് ചെയ്തു? ഇത് വിശ്വസിക്കാനായി തീർന്നു. ഇത് ചെറിയ പദ്ധതിയല്ല.
ഇത് വലിയ പദ്ധതിയാണ്. മൂന്നാമത് യഹോവയായ ദൈവം നോഹയോട് പറഞ്ഞു, നീ എന്ത് ചെയ്തോണം? പോയി എന്ത് ചെയ്തോണം? പ്രസംഗിച്ചോളാൻ പറഞ്ഞു. മൂന്നാമത്തെ വിഷയം പ്രസംഗിച്ചോണം. അടങ്ങിയിരിക്കാൻ കഴിയുമോ? കൃപ പ്രാപിച്ചവൻ എന്ത് ചെയ്യരുത്? അടങ്ങിയിരിക്കരുത്. അടങ്ങിയിരിക്കുവാൻ എന്ത് ചെയ്യത്തില്ല? എന്താണ് പ്രസംഗ വിഷയം? യഹോവയായ ദൈവം ഒരു വിഷയം കൂടി കൊടുത്തു. എന്താണ് വിഷയം? മാനസാന്തരം. നോഹയോട് പറഞ്ഞു പ്രസംഗിച്ചോളാൻ. എത്ര വർഷം പ്രസംഗിച്ചു? 120 വർഷത്തോളം നീതി പ്രസംഗിയായ നോഹ ഈ ജനത്തോട് പ്രസംഗിച്ചു. ഈ ജനത്തിന്റെ പ്രത്യേകത, ഇപ്പോൾ ആരാണ് പ്രസംഗിക്കുന്നത്? ഈ ജനത്തിന്റെ പ്രത്യേകത, ഈ ജനം പാപം ചെയ്യുവാൻ യാതൊരു മനസാക്ഷിയില്ലാത്ത ഒരു ജനമാണ്. അപ്പോൾ ഒരു കാര്യം ചിന്തിച്ചോണം, പരിശുദ്ധാത്മാവ് നമ്മിൽ ഉള്ളത് കൊണ്ടാണ് പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും പരിശുദ്ധാത്മാവ് നമുക്ക് ബോധം വരുത്തി മനസ്സാക്ഷിയിലൂടെ നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്നു. എന്നാൽ ഈ ആത്മാവ് വിട്ടുപോയാൽ നമ്മൾ ചിന്തിച്ചോണം. ദാവീദ് ഒരിക്കൽ ഇപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിച്ചു, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എന്ത് ചെയ്യരുത്? എടുത്തു കളയരുത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ആത്മാവ് വചനം പറയുന്നു, പരിശുദ്ധാത്മാവ് സദാകാലം എന്തിയത്തില്ല, വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. അവർ ജഡം തന്നെയല്ലോ. ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മുടെ മേൽ ആത്മാവുള്ളത് കൊണ്ടാണ് നാം എന്ത് ചെയ്യാത്തത്? ഭാവത്തിന് കീഴ്പ്പെടാതിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ അവൻ മനസ്സാക്ഷിയുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമുക്കൊരു കരുണ തോന്നുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവജനം പ്രാർത്ഥിച്ചോണം, പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എന്ത് ചെയ്യരുത്? എടുത്തു കളയരുത്. ഹല്ലേലൂയ. ഈ ആത്മാവ് പോയാൽ പിന്നെ എന്തില്ല? മനസാക്ഷി എന്ന് പറയുന്ന സംഭവമില്ല. മനസാക്ഷിയില്ല. ഏത് നിഷ്ഠൂര ഭാവം ചെയ്യുവാൻ ജനത്തിനൊരു മടിയുമില്ലാത്ത ഒരവസ്ഥ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തീരും. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് ദൈവജനമേ നമ്മൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് നീ പകൽക്കാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എന്ത് ചെയ്യരുത്? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കർത്താവേ എന്നോട് ക്ഷമിക്കണമെന്നോ ദൈവത്തോട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ആവശ്യമാണ്. ഹല്ലേലൂയ. ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ദൈവജനത്തിന് ആവശ്യമായത് എന്താണ്? മാനസാന്തരം, ഭാവബോധം, ഭാവത്തെ ജയിക്കുവാനുള്ള ദൈവത്തിന്റെ കൃപ
Praise the Lord. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ മക്കളാണെങ്കിൽ നമ്മൾ എത്ര പ്രാവശ്യം ഉപദേശിക്കും? 1 2 അല്ലെങ്കിൽ 3 വട്ടമോ നമ്മൾ എന്ത് ചെയ്യും? അല്ലേ, ഉപദേശിക്കും. കുറച്ച് കഴിയുമ്പോൾ പറയും, നീ നിന്റെ ഇഷ്ടം പോലെ എന്ത് ചെയ്തോളം പറയും. പക്ഷേ നമ്മളെ ദൈവം എന്ത് ചെയ്യരുത്? കൈവിടരുത്. ദൈവം എന്ത് ചെയ്യരുത്? ഉപേക്ഷിക്കരുത്. അതുകൊണ്ട് ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന, ഈ വീഡിയോയിൽ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പറയുന്നത്, ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? അതുകൊണ്ട് നാളുകൾ ദൈവജനത്തിന് ആവശ്യമായതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രസംഗം ആരോടായിരുന്നു? ഖായിനോടായിരുന്നു. ഹോവയായ പറയുകയാണ്, എനിക്ക് നിന്നിൽ പ്രസാദമില്ല, കാരണം നിന്റെ വാതിൽക്കൽ എന്തിടക്കയാ? പാപം വാതിൽക്കൽ കിടക്കുന്നു. അതിന്റെ ആഗ്രഹം ആരോടാ? നിന്നോടാകുന്നു. നീ അതിനെ എന്ത് ചെയ്യണം? കീഴ്പ്പെടുത്തണം. അതിനെ നീ ജയിക്കണം. അല്ലെങ്കിൽ അത് നിന്റെ എന്ത് ചെയ്യും? കീഴ്പ്പെടുത്തുവാനായി തീരും. ഇന്ന് പകൽക്കാലം ദൈവകൃപ പ്രാപിച്ച ദൈവജനമേ, പാപത്തെ എന്ത് ചെയ്യണം? ജയിക്കണം. പാപത്തെ കീഴടക്കണം. പാപത്തോട് അനുരഞ്ജനം എന്ത് ചെയ്യുക? ദൈവജനത്തിൽ പാടില്ല. പാപം വാതിൽക്കൽ കിടക്കുന്നു. അതിന്റെ ആഗ്രഹം നിന്നിലേക്കാകുന്നു. നീയോ അതിനെ കീഴടക്കണം. ദൈവം പറയുകയാണ്, നീ അതിനെ എന്ത് ചെയ്തോണം? കീഴടക്കണം. എന്നാൽ ഖായിനെ പാപം എന്ത് ചെയ്തു? കീഴടക്കുവാനായി തീർന്നെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് പകലിൽ ദൈവത്തിന്റെ വചനം നമ്മെ വിളിച്ചു പറയുകയാണ്. ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മിൽ എന്ത് ചെയ്യില്ല? വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. ആമേൻ. നോഹ എന്ത് ചെയ്തു? ഈ ജനത്തോട് പ്രസംഗിച്ചു, മാനസാന്തരപ്പെട്ടോണം, നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞപേക്ഷിച്ചോണം, നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷയുടെ പദ്ധതി ഒരുക്കുകയാണ്, അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കടന്നോണം. എത്ര വർഷം പ്രസംഗിച്ചു? 120 വർഷം പ്രസംഗിച്ചു. ഒരു മടുപ്പാർക്കുണ്ടായില്ല. ഈ കൃപയിൽ അടങ്ങിയിരിക്കുന്ന പ്രത്യേകത, 120 വർഷം പ്രസംഗിച്ചിട്ടും നോഹ എത്തിയില്ല. മടുത്തുപോയി. ഈ കൃപയുടെ പ്രത്യേകതയാ. ഹല്ലേലൂയ. അടുത്ത കൃപയുടെ പ്രത്യേകത, നോഹയെയും കുടുംബത്തെയും ഈ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് യഹോവയായ ദൈവം എന്ത് ചെയ്തു? യെസ്, ഇന്ന് പകലിൽ നാം പ്രസംഗിക്കുമ്പോൾ, ആമേൻ, ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ, ആമേൻ, നിന്റെ മേൽ ഒരായുധം എന്ത് ചെയ്തില്ല? കടന്നു വരാതെ വണ്ണം നിന്നെ സൂക്ഷിക്കുവാൻ ഈ കൃപയ്ക്ക് കഴിയുമെന്ന ഇന്നീ പകൽക്കാലം എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. ഇന്ന് പകലിൽ നമ്മെ സൂക്ഷിക്കുന്ന ആരാ? യഹോവയായ ദൈവം. നീതി പ്രസംഗിയായ നോഹയെ 120 വർഷം പ്രസംഗിച്ചപ്പോൾ ദുഷ്ടന്മാരൊന്നും ഒരു ദോഷം എന്തിയില്ല.
നോഹയ്ക്ക് ചെയ്തില്ല. പ്രൈസലോ. ഇന്ന് പകലിൽ നമ്മെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, നമുക്ക് വിരോധമായി ഒരായുധം എന്തിയത്തില്ല, ഫലിക്കയില്ല എന്ന് ഇന്ന് മകനെ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു. ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു. ഭീഷാരം യാക്കോബ് എന്തിയത്തില്ല, പറ്റുകയില്ല. ലക്ഷണവിദ്യ ഇസ്രായേലിനേൽക്കയില്ല എന്ന ദൈവത്തിന്റെ വചനം നമ്മെ വിളിച്ചു പറയുകയാണ്. ഒരു കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം വിളിച്ചു പറയുന്നു, ആമേൻ. നിങ്ങളുടെ മേൽ ഒരന്ധകാര മണ്ഡലങ്ങൾക്കും എന്തിയത്തില്ല, അവകാശമില്ല. അതുകൊണ്ട് ധൈര്യത്തോടെ എന്ത് ചെയ്തോണം, പ്രസംഗിച്ചോണം. എന്താണ് പ്രസംഗിക്കേണ്ടത്? മാനസാന്തരപ്പെടുവി, മാനസാന്തരപ്പെട്ടോണം. ഹല്ലേലൂയ. ഈ നാടുകളിൽ എന്താണ് പ്രസംഗിക്കേണ്ടത്? മാനസാന്തരം എന്ത് ചെയ്യണം, പ്രസംഗിച്ചോണം. ആര് കേട്ടാലും കേട്ടില്ലെങ്കിലും എന്തില്ല, വിഷയമില്ല. ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 1-ാം വാക്യവും അതിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഇപ്രകാരമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 1-ാം വാക്യവും അതിന്റെ 10-ാം വാക്യവും. തിബരിയാസ് കൈസരുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദ്യ നാട് വാഴുമ്പോൾ ഹേരോദാവ് ഗലീലയിലും അവന്റെ സഹോദരനായ ഫിലിപ്പോസ് ഇതൂര്യ ത്രബോനിത്തി ഗ്രാമങ്ങളിലും ലൂസാന്യസ് അബീലേവിയിലും ഇടപ്രഭുക്കന്മാരായും അന്നാവും കയ്യപ്പാവും മഹാപുരോഹിതന്മാരായും ഇരിക്കും കാലം സക്കറിയാവിന്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. ഇവിടെ വചനം പറയുന്നു, സക്കറിയാ പുരോഹിതന്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് യഹോവയുടെ അരുളപ്പാടുണ്ടായി. ആമേൻ. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചത് മാനസാന്തരമാണ്. ജനത്തെ വിളിച്ചത് ഇപ്രകാരമാണ്, സർപ്പസന്തതികളെ ഒഴിഞ്ഞ് നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു മനസാക്ഷിയുടെ ഒരു അംഗീകാരം അവിടെ വെളിപ്പെടുകയാണ്. വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ, ഒഴിഞ്ഞു പോകുവാൻ ഇവിടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വെളിപ്പാട് കൊടുക്കുകയാണ്. ഇത് കണ്ട യോഹന്നാൻ വിളിച്ചു പറയുകയാണ്, ഈ കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ നിങ്ങൾ ഉപദേശിച്ച് തന്നതാണ്. ഇപ്പൊ നമ്മളെ അവൻ ആരെങ്കിലും സർപ്പസന്തതികളെ നിന്ന് വിളിച്ചാലുള്ള അവസ്ഥയൊക്കെ എന്ത് ചോദിക്കും? പ്രൈസ് ഹല്ലേലൂയ. അപ്പം യോഹന്നാനെ സംബന്ധിച്ചാണ് യോഹന്നാൻ നോക്കാൻ ഒന്നുമില്ല. ഉണ്ടോ? യോഹന്നാനാണെങ്കിൽ ഒരു വീട് വേണ്ട, വേണോ? യോഹന്നാൻ പാർക്കുന്ന എവിടെയാ? യോഹന്നാനെ കുറിച്ചൊക്കെ നമ്മുടെ ഈ ഭക്തന്മാരെ കുറിച്ച് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് ഏറ്റവും ആവശ്യമാണ്. യോഹന്നാൻ പാർക്കുന്ന എവിടെയാ? മരുഭൂമിയാ. രണ്ട്, യോഹന്നാന്റെ വസ്ത്രം എങ്ങനെയാ? ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാൾ. മാത്രമല്ല ഭക്ഷണമോ? വെട്ടുക്കിളിയും കാട്ടുതലും. പിന്നെ യോഹന്നാൻ ഇത് വിളിച്ച വല്ല കുഴപ്പമുണ്ട്? യോഹന്നാനെ നടത്തുന്നത് ആരാ? യഹോവയായ ദൈവമാണ്.
തന്റെ വിളിയും തിരഞ്ഞെടുപ്പും ആർക്ക് മനസ്സിലായി? യോഹന്നാന് മനസ്സിലായി. സമയമായപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യോഹന്നാനെ വിളിച്ചു പറയുക, യോഹന്നാനെ, നിന്റെ സമയമായി, നീ എന്ത് ചെയ്യണം? പ്രസംഗിച്ചോണം. മാനസാന്തരപ്പെട്ടാലും മാനസാന്തരപ്പെട്ടില്ലെങ്കിലും എന്ത് ചെയ്യണം? വിളിച്ചു പറഞ്ഞോണം. ബാക്കിയുള്ള കാര്യങ്ങൾ ആരെയാ? ദൈവത്തിന്റെ. ഇന്ന് രാവിലെയും ഞാനൊരു വ്യക്തിയോട് അമ്മ സുവിശേഷം പാടുവാൻ കർത്താവ് കൃപ തന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ നാളിൽ ഞാൻ തിരുവല്ലയുടെ പ്രദേശത്ത് കടന്നുപോയപ്പോൾ അവിടെ ഒരു വ്യക്തിയെ കണ്ട് വിജയപ്പെട്ടു. ചന്ദ്രൻ എന്നാണ് പേര്. അവരെ രാവിലെ ഞാൻ ആ വ്യക്തി വിളിക്കുവാനായിത്തീർന്നു. ആ മകൻ 23 വയസ്സുണ്ട്, തുളന്നു കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു, അവൻ വൈദ്യന്മാർ കൈവിട്ടു. ഞാൻ പറഞ്ഞു, ആരെല്ലാം കൈവിട്ടാലും കൈവിടാത്ത ഒരു കർത്താവുണ്ട്. പ്രതീക്ഷയ്ക്ക് ഇനിയും അവയുണ്ട്. പ്രതീക്ഷ കൈവിടരുത്. രക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. ആമേ, രക്ഷിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ എന്ന് പറയുവാനായിത്തീരും. ആമേ, നമ്മളെ വിളിച്ചു പറഞ്ഞോണം. മാനസാന്തരപ്പെടുത്തുന്ന ആരുടെ പദ്ധതിയാ? ആരുടെ പദ്ധതിയാ? ദൈവത്തിന്റെ പദ്ധതിയാണ്. അപ്പോൾ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു. എന്റെ 10 വാക്യം വായിച്ചേ, അതാണ് രസകരമായ കാര്യം. എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പുരുഷാരം ആരോട് ചോദിച്ചു? യെസ്, ഈ വചനങ്ങളുടെ ഉള്ളിൽ തട്ടിയപ്പോൾ അപ്പോൾ നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത് എന്താണ്? ദൈവത്തിന്റെ വചനമാണ്. ഈ മാനസാന്തര പ്രസംഗം വിളിച്ചു പറഞ്ഞപ്പോൾ ജനമെല്ലാം യോഹന്നാനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? അവരോട് ചോദിച്ചു. അവൻ 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ യോഹന്നാൻ സ്നാപകനോട് ജനം വന്ന് ചോദിക്കുകയാണ്, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്തു ചെയ്യണം? ഇന്ന് പകലിൽ ദൈവജനത്തോട് വിളിച്ചു പറയുകയാണ്, ദേശത്തോട് വിളിച്ചു പറയുകയാണ്, രക്ഷ പ്രാപിപ്പാൻ എന്തു ചെയ്യണം? ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഓരോരുത്തരും നീളം മാനസാന്തരപ്പെടണം. ജനമിത മാനസാന്തരപ്പെടുവാനായിത്തീർന്നു. ജനം ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് അവരിൽ കർത്താവിനോട് ചോദിക്കുക, കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം? യോഹന്നാൻ സ്നാപകനോട് ചോദിക്കുകയാണ്, ജനം ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ സാഹചര്യം നമുക്കറിയാം. മലാഖി പ്രവചനത്തിന് ശേഷം 400 വർഷങ്ങൾക്ക് ശേഷം അല്ലേ, യാതൊരു വചനമോ ഒരു അരുളപ്പാടോ ഒരു വെളിപ്പാടോ ഒരു പ്രവാചകന്മാരോ ഒന്നുമില്ലാതെ ജനമെല്ലാം ഉണങ്ങി വരണ്ടിരിക്കുന്ന മരുഭൂമി പോലെ ആയിരിക്കുന്ന അവസ്ഥ. നീണ്ട 400 വർഷക്കാലം. എന്നാൽ ഇതാ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദമാണ് ഇവിടെ കേൾക്കുന്നത്. ഇന്ന് പകലിൽ അനേകം മരുഭൂമികൾ, വരണ്ട നിലങ്ങൾ ദേശത്തുണ്ട്. രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന, രക്ഷയ്ക്കായി കാംക്ഷിക്കും. വചനം പറയുന്നു, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവരെ ഞാൻ അതിലാക്കും. ഹല്ലേലൂയ. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, നിന്നെ രക്ഷയാക്കുവാൻ ഹല്ലേലൂയ ഒരു ദൈവമുണ്ട്. എന്താണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം? മാനസാന്തരം. ഹല്ലേലൂയ. ജനമെന്ന് യോഹന്നാനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം?
താഴേക്ക് വായിക്കാം. ചുങ്കക്കാരും സ്നാനമേൽക്കുവാൻ വന്നു. ചുങ്കക്കാരും സ്നാനമേൽക്കുവാൻ വന്നു. ഗുരു, ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു. നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികം ഒന്നും പിരിക്കരുത് എന്ന് അവൻ പറഞ്ഞു. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു രക്ഷ ആവശ്യമാണ്, ഒരു രക്ഷകനെ ആവശ്യമാണ്. ആമേൻ. ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യത്തില്ല, മുൻപോട്ട് പോകത്തില്ലെന്ന് മനസ്സിലായ ചുങ്കക്കാർക്കും ആമേൻ ഞാൻ ഗുരുവായ ആമേൻ യോഹന്നാനോട് വന്നു ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം ഇനി പകലിൽ നമ്മോടും എന്ത് ചെയ്യണം വന്ന് ചോദിക്കുവാൻ തക്കവണ്ണം ഇനി പകലിൽ എന്ത് ചെയ്തോണം, നമ്മളുമായി തീരണം. ഹല്ലേലൂയ. അതാണ് കർത്താവിൽ നമ്മിലുള്ള പ്രസാദം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ചുങ്കക്കാർ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? താഴേക്ക് വായിക്കാം. നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികം ഒന്നും പിരിക്കരുത് എന്നവൻ പറഞ്ഞു. പടജനവും അവനോട് ഞങ്ങൾ എന്ത് ചെയ്യണം എന്നീ പകലിൽ ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇന്നീ പകലിൽ നമുക്ക് കർത്താവിനോട് ചോദിക്കാം, കർത്താവേ ഇതിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ ആമേൻ ഞാൻ അനുഭവിക്കുന്ന ഈ വിഷയത്തിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവേ ശുശ്രൂഷ അതിരുകൾ വിശാലമാകുവാൻ കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? ഇനിയും എനിക്ക് അവൻ മുൻപോട്ട് പോകുവാൻ കർത്താവേ ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പകൽക്കാലം നാം കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പകൽ കർത്താവ് നമുക്ക് ചില ആലോചനകൾ തന്നു. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ആലോചനയുടെ ആത്മാവ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെയുണ്ട്. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം നമ്മെ വിളിച്ചു പറയുന്നു, ആമേൻ നാം അബദ്ധരായിരുന്നപ്പോൾ തന്നെ, നാം പാപികളായിരുന്നപ്പോൾ തന്നെ കർത്താവ് നമ്മെ സ്നേഹിപ്പാനായിട്ടിടയായിത്തീരുന്നു. അതാണ് ദൈവത്തിന്റെ കൃപയെന്ന് പറയുന്നത്. ഇന്ന് പകൽ കൃപ അനുഭവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചു വന്നിരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ ഈ അഭിഷേകത്തെ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും തുച്ഛീകരിക്കരുത്. ഇന്ന് ഈ പകലിൽ ആ കൃപ നമ്മോട് കൂടെയുണ്ട്. ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. ആമേൻ മോശ പ്രാർത്ഥിച്ചതുപോലെ നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഇരിക്കണം. ദൈവത്തിന്റെ കൃപ എന്നോട് കൂടെ ഇരിക്കണം. അവിടുത്തെ അഭിഷേകം എന്നോട് കൂടെ ഇരിക്കണം. ആമേൻ ഈ പകലിൽ നമ്മെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിലോ ആമേൻ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ ഇന്നീ പകലിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ്, ആമേൻ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ടോ എന്ന് ഇന്നീ പകലിൽ നാം ഒന്ന് പരിശോധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ആമേൻ ദൈവത്തിന്റെ വചനം നമ്മെ വിളിച്ചു പറയുന്നു, ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെയാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആമേൻ നമ്മോട് കൂടെ ഇരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ആമേൻ സാന്നിധ്യത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആമേൻ പാപമാണ്. വചനം ഇപ്രകാരം നമ്മോട് വിളിച്ചു പറയുന്നു, ദൈവത്തെയും മനുഷ്യരെയും അകറ്റുന്നത് ആമേൻ നിങ്ങളുടെ പാപമത്രേ, നിങ്ങളുടെ അകൃത്യമത്രയെന്ന ദൈവത്തിന്റെ വചനം നമ്മെ വിളിച്ചു പറയുന്നു. അതുകൊണ്ട് ഈ പരിശുദ്ധ നമുക്ക് തന്നിരിക്കുന്നു, എപ്പോഴും നമുക്ക് തന്നിരിക്കുന്നു ഈ പരിശുദ്ധാത്മാവ് നമ്മോട് എപ്പോഴും കൂടെ ഇരിക്കുന്നു. ഇന്ന് പകൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ നിന്റെ ആത്മാവിനെ എന്നിൽ നിന്നും എടുക്കരുത്. ആമേൻ ഹല്ലേലൂയ. മനസ്സിലക്കമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. ഇന്ന് പകലിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ലതും വലിയതുമായി നല്ല പകൽക്കാലത്തിനായി സ്തോത്രം. ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിലേക്ക് കർത്താവിന്റെ തിരുസാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളതാകയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പകലിൽ ഭാവത്തെ കുറിച്ചും നിധിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ
സാന്നിധ്യം ഇന്ന് പകരം ഞങ്ങളുടെ മധ്യത്തിലുള്ളതാകിയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം. നമ്മെ മോശയോട് കൂടെ ഇരുന്നതുപോലെ, യോശുവയോട് കൂടെ ഇരുന്നതുപോലെ എപ്പോഴും ഞങ്ങളോട് കൂടെ ഇരിക്കുവാൻ, അവൻ എപ്പോഴും കർത്താവിനോട് കൂടെ വസിക്കുവാൻ, പാപം നിറഞ്ഞ ലോകത്ത്, അവൻ ശാപം നിറഞ്ഞ ലോകത്ത് അവൻ വിശുദ്ധിയോടെ ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തീകരിക്കണം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തുവാനാകണം. ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പാപത്തെ കുറിച്ച്, നീതിയെ കുറിച്ച് അവൻ ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം കടന്നുയെന്ന് അവരെ രക്ഷിക്കുമാറാകണം. ദൈവത്തിന്റെ വചനം പറഞ്ഞ പിശാചിന്റെ പ്രവൃത്തികളെ അടിപ്പാൻ തന്നെ ദൈവവൃത്തൻ പ്രത്യക്ഷനായെന്ന ദൈവത്തിന്റെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ അവൻ പാപത്തിന്റെ ശക്തി അഴിച്ചുകൊണ്ട് പൈശാചിക മണ്ഡലങ്ങളെ ജയിച്ചുകൊണ്ട് ഈ നാളെ മുൻപോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തീകരിക്കുമാറാകണം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണം. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം കൂടി ആത്മാവ് സമ്പൂർണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായി സ്തോത്രം മാനമോത്തമെല്ലാം യേശു ക്രിസ്തു പോലെ നാം ഇടപേക്ഷിക്കുമ്പോൾ കൃപ തോന്നിക്കിടക്കുന്ന സ്വർഗീയ പിതാവേ, എത്രത്തോളം സമയം തന്ന ദൈവസഭയുടെ ദൈവദാസന്മാർക്കുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകുന്നു.